ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതോ ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യയ്ക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. നീ എത്തി, കാത്തോളണേ എന്നെ. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ, ദേ തൊട്ടു. ജോഷിയാണല്ലേ നിന്റെ കള്ളക്കാമുകൻ. ചേട്ടാ, നീ വലത്തെ വരലാണ് തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ ആലീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ ഊർജ്ജ സംശയം? പറയടി, ജോഷി ഇവിടെ വരാറുണ്ടോ? ജോഷി നീയുമായി ഫോണിൽ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യാ, പയ്യൻ. എടി, ഈ ബെൻസും വോൾവോയും ഓടുന്ന അതേ റോട്ടിൽ കൂടെ തന്നെയാ ഈ കുഞ്ഞ് നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആ വർത്താനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. അത് പോവിടുന്നു. ഒരു തമാശ പറഞ്ഞപ്പോ വീണ്ടും അതുമേ കയറി പിടിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവില്ല. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സത്യം? ഇപ്പൊ നിനക്കായ സംശയം. എടി, സത്യം. എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവന് നീ തമ്മി എന്താടി ബന്ധം? എവിടെ വെച്ചാടി അവന് നീ തമ്മി ആദ്യമായി പരിചയപ്പെട്ടത്? ഞാൻ ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള ഭഗവാൻ കൃഷ്ണനെ മാത്രമേ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞേ, നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമ. എന്തോ കുടുംബം കലക്കാതെ പോടാ പറ്റി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ ഇല്ലാത്തപ്പോ പോടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തപ്പോ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്നോ? തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ. അപ്പൊ തൊടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത് മനുഷ്യ? മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴു തിന്നുവന്ന്? എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയലിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ദീപ്തിയുടെ ശാലീനത. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലെ ഒരു കൂതറ സാധനത്തിന്. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ ഒരു പട്ടിയെ പോലെ. ജിമ്മി, നിന്റെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യമോ പറഞ്ഞേ. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ. എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻ കുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവമാണെങ്കിലാ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണമെങ്കിൽ എന്റെ അമ്മയ്ക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം പൊട്ടാന്ന് മാത്രം വിളിക്കുന്നു. എനിക്ക് മതിയായി. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പ പോവാനാ പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, ഞങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവൂല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേ ഇല്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുപിടുത്തം മതിയാക്കിട്ടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി കൊണ്ടുമാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവാ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ് റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലെ ഇരിക്കുന്നത്. അതുവേ, എന്താ ഏട്ടാ? ഈ മസാല ദോശ തിന്നാൻ നിനക്ക് ചട്നി വേണ, സാമ്പാർ വേണ, വട ഫ്രീ ആടാ. ഒന്ന് പോയോട്ടോ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ. അല്ല, ഞാൻ എന്റെ വീടാ. നിനക്കെന്താടാ ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്. ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്നുറങ്ങടാ. പിന്നെ പാട്ട് പാടി ഉറക്കും ദൈവാനം പാടി. എന്റെ പൊന്നു മധു. എന്റെ പോയിട്ട് ഇപ്പൊ പൊന്നു വന്നാ. മധു, എന്താ ചേച്ചി? നീ അങ്ങേരോട് ഒന്നും മിണ്ടാ നിക്കണ്ട. അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയമാ. എന്റെ പപ്പേട്ടാ. കപ്പ നട്ടാന്നോ? കപ്പ നട്ടാന്നല്ല, എന്റെ പപ്പനാഭൻ ചേട്ടാ. ചേട്ടൻ അറിയാൻ പാടില്ലേ? എന്ത്? ചേച്ചി മറ്റേതാണെന്ന്.
എന്താടാ? പതിവ്രത. ഓ എടാ നിനക്കറിയാലോ എന്നെ, ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത്. ഓ ദൈവം, ദേ നോക്കിയടാ, ഇത് കണ്ട അയ്യോ ഇതെന്ത് പറ്റിയതാണ്? 5 സ്റ്റിച്ചാണ്. ദൈവത്തെ ചെരവ് കൊണ്ട് അടിച്ചതാണ്. ആര്? ഇരിക്കണ ഭക്ത, അയ്യോ കള്ളം, പച്ചക്കള്ളം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, പൊക്കോണം. എടാ അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധനം തന്നിട്ടാ നിങ്ങളെ എന്റെ തലയെ കെട്ടിവെച്ചത്. എടി, ഒരു അപകടം നടക്കുമ്പോ ഇൻഷുറൻസ് കിട്ടുന്നത് നാട്ടു നടപ്പാ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി. തോളത്തുനിന്ന് കയറാ. എന്റെ പൊന്നോ, അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്. രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ. രണ്ടും കുറെ നാൾ കഴിയുമ്പോൾ മാറ്റാനും തോന്നും. പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആയിരിക്കുള്ളൂ അതിന് കൂടുതൽ ഭംഗി തോന്നുക, അല്ലേ ഏട്ടാ? അത് ശരി. അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട്. നിനക്ക് ഇതിലൊരു സിം കാർഡ് ഇട്ടിട്ട് ഒരു കുഞ്ഞു കോള് വിളിക്കാൻ താല്പര്യമില്ലേ? ഒന്ന് പോയേട്ടാ, തമാശ പറയാതെ. എടി, ജനിക്കണമെങ്കിൽ വിവരമുള്ള കുടുംബത്തിൽ ജനിക്കണം. എട്ടാടി ചാളമേരി. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. ആജയം പൊട്ടൻ. എന്താടി നീ എന്നെ വിളിച്ചത്? ആജയം പൊട്ടാനാ? നിന്നെ ഇന്ന് ഞാൻ പപ്പേട്ട കാണിക്കുന്നത് തല്ലല്ലേ. പപ്പേട്ട ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്. പിന്നാക്കാണ്. ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത്, തള്ളി പറയരുത് പപ്പേട്ട. ഒരിക്കലുമില്ല. സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു, നിന്റെ അമ്മ ഇപ്പൊ എവിടെയാണ്? അമ്മ ഇപ്പൊ വൃദ്ധസാധനത്തിലുണ്ട്. മാസം 650 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള പണിയാ തള്ള അവിടെ എടുക്കണേ. സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ നിന്ന് വീമ്പളക്കുന്നു. എടാ, അമ്മമാരെ കൊണ്ടാക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. അറിയാം ചേച്ചി, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് വൃദ്ധസ്ഥാനം എന്ന് അറിയാം. പക്ഷെ അച്ഛനെ ഓടിച്ചിട്ട് കിട്ടിയില്ല. ആ കാരണവരും ഓടിക്കളത്. എടാ അതല്ല, കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലമാ വൃദ്ധസദനം. മനസ്സിലായി?